1944 ജൂൺ 1 ശ്രീ ഭീമഭട്ടരുടെയും ശ്രീമതി വനജ ഭട്ടരുടെയും മൂന്നാമത്തെ മകനായി ഭീമ ഗോവിന്ദൻ ജനിച്ചു. ഭീമ ആൻഡ് ബ്രദേഴ്സ് എന്ന പേരിൽ അച്ഛന്റെ ജ്വല്ലറി സ്ഥാപനത്തിൽ കുട്ടിക്കാലം മുതലേ ഗോവിന്ദൻ നിത്യസന്ദർശകനായിരുന്നു. അങ്ങനെ അവിടെ സമയം ചെലവഴിച്ചപ്പോഴാണ് അദ്ദേഹം ജ്വല്ലറി ലോകവുമായി അടുത്ത് പരിചയപ്പെടുന്നത്. ആ വളർച്ച ഇന്ന് ഭീമ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിച്ചു. സ്വർഗസ്ഥനായ എൻ്റെ അപ്പ ശ്രീ കെ ഭീമഭട്ട തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഭീമ ജ്വല്ലറി. 1925 അദ്ദേഹം തൻ്റെ 2 ബ്രദേഴ്സുമായിട്ട് തുടങ്ങിയതാണ്. അന്ന് അതിനിട്ട പേര് ഭീമ ആൻഡ് ബ്രദർ എന്നായിരുന്നു. അപ്പയുടെ ബ്രദേഴ്സുമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം 1978 എറണാകുളത്ത് തുടങ്ങുകയുണ്ടായി. അന്ന് ഞാനും എൻ്റെ അനിയനായ ബിന്ദുമാധവും ആലപ്പിയിൽ നിന്ന് അങ്ങോട്ട് കോട്ടയത്ത് എറണാകുളത്ത് ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ മാനേജ് ചെയ്യുകയുണ്ടായി. 1990 പേര് ഭീമ ആൻഡ് ബ്രദർ എന്നുള്ള മാറ്റി ഭീമ ജുവലേഴ്സ് എന്നാക്കി. സ്വർണ്ണ നിയന്ത്രണ കാലഘട്ടം മുതൽ വിപണിയിലെ സമ്പന്നമായ കൊടുമുടികൾ വരെ സ്വർണ്ണ വിപണി അതിന്റെ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നത് 9 വയസ്സുകാരനായ ഗോവിന്ദൻ കണ്ടു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ കണ്ണ്, വേഗത്തിലുള്ള ബിസിനസ് ബോധം, പൂർണ്ണതയുള്ള സ്വഭാവം എന്നിവ ചേർന്ന് വിപണിയിലെ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുകയും മാർക്കറ്റ് ലീഡറായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭീമയുടെ ശ്രദ്ധേയമായ വളർച്ചയ്ക്കും വികസനത്തിനും കാരണം ശ്രീപത്മനാഭസ്വാമിയുടെ സ്വന്തം മണ്ണായ തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ച് തുറന്നു എന്നതാണ്. അനന്തപത്മനാഭസ്വാമിയുടെ അമ്പലമുണ്ടായ തിരുവനന്തപുരത്ത് തുടങ്ങിയ ശേഷമാണ് തുടങ്ങി വെച്ച ഭീമ ജ്വല്ലറിയുടെയും വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചു വന്നത്. അനന്തപത്മനാഭൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ എഫക്റ്റാണ് ആ ബിസിനസ് കൂടാൻ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഭീമ ജ്വല്ലറിയുടെ ഗ്രോത്ത് നടക്കുന്നാൽ എല്ലാ കൊല്ലവും ഓരോ ജ്വല്ലറിയും ഓരോ സ്ഥലത്ത് തുടങ്ങി ഏകദേശം 66ഓളം ശാഖകൾ ഇപ്പോഴുണ്ട്. 2023 നവംബർ 10 കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് രാജകുടുംബം ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്ത ശ്രീപത്മനാഭസ്വാമിയുടെ മനോഹരമായ മാസ്റ്റർ പീസ് വിഗ്രഹം ഡോക്ടർ ബി ഗോവിന്ദന്റെ കൈവശമുണ്ട്. ഇന്നും അതിനെ കാണുന്നതിനും വണങ്ങുന്നതിനും നിരവധി പേർ ഷോപ്പിൽ എത്താറുണ്ട് എന്ന് ഗോവിന്ദൻ പറയുന്നു. വിഗ്രഹം നിർമ്മിച്ചതിന് ശേഷം ഞങ്ങളുടെ 3 ഷോറൂമുകളിൽ തിരുവനന്തപുരം, മാർത്താണ്ഡം, നാഗർകോവിൽ 3 ഷോറൂമിൽ പ്രദർശിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയുണ്ടായി. കസ്റ്റമേഴ്സിൻ്റെ മാത്രമല്ല പബ്ലിക്കിൽ നിന്നും അഭൂതപൂർവമായ സ്വീകരണമാണ് ഈ വിഗ്രഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കാലത്ത് ഷോറൂം തുറക്കുന്ന മുതൽ അടയ്ക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് പൊതുജനങ്ങൾ വന്ന് കണ്ടിട്ട് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ട് അവിടെ ദക്ഷിണയും അർപ്പിച്ചിട്ടാണ് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായത്. ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഷോറൂമുകളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാൻ കൂടി എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള പത്മനാഭസ്വാമി വിഗ്രഹത്തിന് 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ലഭിച്ചു. ഏറ്റവും കൂടുതൽ സ്വർണത്തിൽ നിർമ്മിച്ച വിഗ്രഹം എന്നതും ഏറ്റവും കൂടുതൽ രത്നങ്ങൾ പതിപ്പിച്ച വിഗ്രഹം എന്നതുമായി ഈ ശില്പം ലോകത്തിലെ അമൂല്യ ശില്പങ്ങളിൽ ഒന്നായി മാറി. രണ്ട് അവാർഡാണ് അവർ നൽകിയത്. അത് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭീമയിലെ എല്ലാ മെമ്പേഴ്സും സ്റ്റാഫ് ഉൾപ്പെടെ അതിന് അഭിമാനം നിർവഹിക്കുന്ന ഒരു നേട്ടമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. 2 റെക്കോർഡെന്ന് പറഞ്ഞാൽ, ഒന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിൽ കൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹം, പിന്നെ അത് ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഡയമണ്ട്സും റൂബീസും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വിഗ്രഹം. ഇങ്ങനെയുള്ള 2 റെക്കോർഡാണ് അവർ തരുന്നത്. ഭീമയ്ക്കുള്ള ഏറ്റവും കൂടുതൽ
നേട്ടം ഹറിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി എന്നുള്ളത് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും ഭഗവാൻ കൂടി കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാൻ അതിൽ സന്തോഷമുണ്ട്. 90 വർഷത്തിലേറെയായി തലമുറകളിലൂടെ കൈമാറുന്ന ചുരുക്കം ചില ബിസിനസ്സുകളിലൊന്നാണ് ഭീമ. വർഷങ്ങളായി വിപണി നേതൃത്വം നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബിസിനസ് മേഖലയിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും ചാതുര്യവും ജ്വല്ലറി സമൂഹത്തോടുള്ള അഭിനിവേശവും ഈ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് വൈസ് പ്രസിഡന്റും കേരള ഗോൾഡ് ആൻഡ് സിൽവർ നിരക്ക് നിർണയ സമിതി ചെയർമാനുമാണ്. ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജ്വല്ലറി ട്രേഡ് ഫെഡറേഷന്റെയും സർക്കാർ അംഗീകൃത ഗോൾഡ് വാല്യുവറിന്റെയും ഗവേണിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗവുമാണ്. 1994 മുതൽ 99 വരെ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ജ്വല്ലറി ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി അംഗമായിരുന്നു. 2015 ബ്രിട്ടീഷ് പാർലമെന്റ് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. GJEPC 2014 മികച്ച 5 റീറ്റെയിൽ ജ്വല്ലറികളിലൊന്നായി ഭീമ ജ്വല്ലറി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കേരളത്തിലെ ജ്വല്ലറി വ്യവസായത്തിലെ ഏറ്റവും ആദരണീയമായ സാന്നിധ്യത്തിനും ഭീമയെ മികച്ച റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നാക്കി മാറ്റുകയും രാജ്യത്തെ ജ്വല്ലറി നിയമങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്ത ശക്തമായ പാരമ്പര്യം സൃഷ്ടിച്ചതിനും ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് 2016 ബ്രാൻഡ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിച്ചു. വ്യവസായത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് നാഷണൽ ജ്വല്ലറി അവാർഡ് കൗൺസിൽ 2018 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡായ അമോൽ രത്ന സമ്മാനിച്ചു. വ്യാപാരത്തിൽ ഉപഭോക്താക്കളുടെ പ്രാധാന്യവും അദ്ദേഹം ഉൾക്കൊള്ളുന്നു. ബിസിനസിന്റെ നട്ടെല്ലും വളരെ വലിയ വിഭവവും ജനങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സംഘടനാ ശ്രേണിയെ മുഖസ്തുതി പിരമിഡ് ഘടനയായി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഓരോ ഷോപ്പിലും ആ പ്രദേശത്തെ സാധാരണക്കാർക്ക് പ്രിയങ്കരമായ ശൈലിയിൽ ആഭരണങ്ങൾ ഒരുക്കുന്നതിൽ ഭീമ വിജയിച്ചു. ഇന്ത്യയിലും കേരളത്തിലും പലയിടത്തും പല രീതിയിലുള്ള ജ്വല്ലറി ഷോപ്പുകൾ ആൾക്കാരുടെ ആഗ്രഹമനുസരിച്ച് അവിടെ റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ജ്വല്ലറികളിലെല്ലാം ഒരേ തരത്തിലുള്ള ജ്വല്ലറി പീസല്ല ഞാൻ വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തെ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള ടേസ്റ്റ് കാണും. ചിലർക്ക് നെക്ലേസ് ആകുമ്പോൾ ചിലർക്ക് ലോങ് ഹാരമായിരിക്കും, കാശുമാലയായിരിക്കും, ചിലർക്ക് നാഗടമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടേസ്റ്റ് ഡിഫറെൻറ്റ് ഏരിയാസിൽ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ലോക്കൽ ഇപ്പം എറണാകുളത്തുള്ള ആൾക്കാരുടെ ടേസ്റ്റും തൃശ്ശൂരിലുള്ള ആൾക്കാരുടെ ടേസ്റ്റും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുടെ ടേസ്റ്റും സെൻറ്ററിലി ഡിഫറെൻറ്റ്. ജ്വല്ലറിയുടെ പീസസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ളത് വേണം ഒന്ന്. രണ്ടാമത് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം അവർ സെലക്ട് ചെയ്ത് അതനുസരിച്ച് വേണം. നമ്മൾ 50 കിലോയോ 100 കിലോ 200 കിലോ വെച്ചിട്ട് കാര്യമില്ല. പബ്ലിക്കിൻ്റെ ലോക്കൽ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം മാനുഫാക്ചർ ഇത് ചെയ്യുകയാണെങ്കിൽ അതേ ചിലവാകുള്ളൂ എന്നുള്ളൊരു തത്വം എന്നിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതനുസരിച്ചാണ് ഭീമയുടെ സെയിൽസിൻ്റെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്ന് തന്നെ പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെ ചെയ്താലേ ബിസിനസ് കൂടാനുള്ള അവസരങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ കൊല്ലങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഇൻട്രൊഡ്യൂസും ചെയ്തിരിക്കുകയാണ് എല്ലാ ഷോകളും. അതാണ് ഭീമയുടെ ഒരു സക്സസിൻ്റെ ഒരു രഹസ്യം. ജ്വല്ലറി സംരംഭകൻ എന്നതിനൊപ്പം നല്ലൊരു സഞ്ചാരി കൂടിയാണ് ഭീമ ഗോവിന്ദൻ. ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും അവിടെ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതും അദ്ദേഹത്തിന്റെ അഭിരുചികളിൽ ഒന്നാണ്. ലോകം ആദരിക്കുന്ന പല കലാസൃഷ്ടികളും അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ പെടുന്നു. അത് പരിചയപ്പെടുത്തുന്നതിനും അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് എല്ലാ കൊല്ലവും ഓരോ സ്ഥലങ്ങളിൽ ലോകത്തിലെ പലവിധ രീതിയിലുള്ള സ്ഥലങ്ങളും പല നേഷൻസ് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരുടെയും കണ്ണിൽ പെടാത്തതും കാണാൻ എല്ലാവരും കൊതിക്കുന്നതുമായ ചില
സാധനങ്ങൾ ഓരോ സ്ഥലത്തും മേടിക്കുന്നുണ്ടായി. ഈ കാണുന്ന ഏരിയസുകളിലെല്ലാം സൊറോസ്കി എന്ന കമ്പനിയുടെ കട്ട് ഗ്ലാസ് ഐറ്റംസാണ് ഇവിടെ എല്ലാം കാണുന്നത്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും ജയയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് അതുകൊണ്ടാണ് മേടിച്ചത്. ലാഡ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്ട്സിന് ഇതെല്ലാം, ഇത് ഏറ്റവും ചെറുതായിട്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ തന്നെയും ഉണ്ട്. അതല്ലാണ്ട് ഏറ്റവും വലിയൊരു പ്രോഡക്റ്റാണ് ഈ ലാഡ്രോ കമ്പനിയുടെയാണ്. ഈ ലാഡ്രോ കമ്പനിയുടെ പ്രോഡക്ട്സ് ഇതെല്ലാം ഇത് തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രം വെച്ചതാണ്. ഇത് വീട്ടിൽ ഒരു സ്ഥലം വെച്ചത് കൊണ്ട് ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുമുണ്ട്, ജനറലായിട്ട് കാണുന്നവരുണ്ട്, ഇതിനെപ്പറ്റി അറിയാവുന്നവരുമുണ്ട്. എല്ലാവർക്കും കാണാനുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വർക്ക് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു സ്ഥലം അതിനുവേണ്ടി പ്രത്യേകം നീക്കി വയ്ക്കുകയുണ്ടായി. ഈ പ്രോഡക്റ്റ് വയ്ക്കാൻ വേണ്ടി മാത്രം വീടിൻ്റെ പല വിധത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ റൂമിൽ ഇപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ വീട്ടിലെ ഫോർമൽ ഡൈനിങ് ഹാളിലാണ്. ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റെല്ലാം ആരെങ്കിലും വരുമ്പോൾ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ, ഫ്രീ ആകുമ്പോൾ ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കാനോ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഈ റൂം യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ പല വിധത്തിലുള്ള റൂം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റിങ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഒറിജിനൽ താഞ്ചോർ പെയിൻറ്റിംഗ് ഉണ്ട്, ഒറിജിനലായിട്ട് ആൻറ്റിക് പീസുള്ള ഒരു കാമധേനുവിൻ്റെ ഒരു പീസ് കൂടെ ഉണ്ട്. ഒറിജിനൽ ഗോൾഡിൽ കവർ ചെയ്ത പീസാണ് അതുള്ളത്. കാറുകളുടെ ആകർഷണീയമായ ഒരു ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ട്. തന്റെ യാത്രകൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഒട്ടനവധി ആഡംബര കാറുകളാണ് അദ്ദേഹം സ്വന്തമായി സൂക്ഷിച്ചിട്ടുള്ളത്. ഡോക്ടർ ബി ഗോവിന്ദന്റെ ഭാര്യയും ഭീമ ജ്വല്ലറി ഡയറക്ടറുമായ ശ്രീമതി ജയ ഗോവിന്ദൻ തന്റെ ബിസിനസ് താൽപര്യത്തിനപ്പുറം 150-ലധികം വ്യത്യസ്ത ഇനം പശുക്കളെ പരിപാലിക്കുന്നു. ഇത് പരിസ്ഥിതി സുസ്ഥിരതയോടുള്ള അവരുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. തന്റെ തിരക്കുകൾക്കിടയിലും താനും ഭാര്യ ജയയും എല്ലാ ഞായറാഴ്ചകളിലും ഫാം ഹൗസ് സന്ദർശിക്കുകയും പശുക്കളെ പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പയുടെ ആ കാലത്ത് അമ്മയ്ക്ക് ആ പശുക്കളോട് പ്രതിപത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കൗഷെഡ് തുടങ്ങിയപ്പോൾ അതിലൊരു 10-15 പശുക്കൾ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിൽ പാലും വീട്ടിൽ തന്നെ കറന്ന് ഫാമിലിയിൽ എല്ലാവർക്കും കൊടുത്ത് അതിൽ തോന്നിയ പ്രതിപത്തിയാണ് എനിക്കും ഒരു ഫാം ഹൗസ് തുടങ്ങാൻ ഉള്ളൊരു പ്രേരണ എനിക്ക് കിട്ടിയതും ഇൻട്രസ്റ്റ് വന്നതും. എൻ്റെ വൈഫിൻ്റെ പേര് ജയയുടെ പേരിൽ തന്നെ ജയ ഫാം ഹൗസ് തുടങ്ങി. അതിൻ്റെ എല്ലാം ഉത്ഭവം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി മാത്രമാണ്. ഇന്ന് ഏകദേശം ആ ജയ ഫാം ഹൗസിൽ ഏകദേശം 150ഓളം പശുക്കളുണ്ട്. അതിനെ വളർത്തുന്നതും അതിനോട്ട് കൂടുതൽ പ്രതിപത്തി തോന്നി അതിനെ കുട്ടികളെ ലാളിക്കുന്ന പോലെ ലാളിക്കുന്ന ഒരു രീതി കൊണ്ടുവരികയുണ്ടായി. എല്ലാ ഞായറാഴ്ചയും ഞാനും വൈഫ് ജയയും ആ ഫാം ഹൗസിൽ പോയിട്ട് അവരുടെ കൂടെ ഏകദേശം 2-3 മണിക്കൂർ ചെലവഴിക്കുന്ന ഒരു രീതി സിസ്റ്റം കൊണ്ടുവരണം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരികയാണ്. വ്യത്യസ്ത ഇനത്തിലുള്ള പശുക്കൾ ഇതിൽപ്പെടുന്നു. 2 വയസ്സുള്ള രാമൻ എന്ന കിടാവിനോട് ഭീമ ഗോവിന്ദൻ വളരെ വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പശുവാണ് രാമ എന്ന് ഞാൻ വിളിക്കുന്ന ഏകദേശം 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവ്. അതിന് കൂടുതൽ പ്രതിപത്തി തോന്നാൻ കാര്യം അതിന് ജന്മന കണ്ണ് കാണാൻ പാടില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 1.5 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്.
അത് കഴിഞ്ഞ് അതുമായിട്ട് കൂടുതൽ പ്രതിനിധി തോന്നി. എൻ്റെ ശബ്ദം കേട്ട ഉടനെ ഓടി വന്ന് എന്നോട് കൂടുതൽ അടുക്കുകയും ശബ്ദം ബഹളം കൂട്ടി ഞാൻ കൂടുതൽ സമയം അതിനോട് കൂടുതൽ ചെലവഴിക്കുന്നുണ്ട്. ഏറ്റവും റെയറായിട്ടുള്ള വെറൈറ്റിയിലുള്ള പോങ്ങന്നൂർ, പിന്നെ വെച്ചൂർ പശുക്കൾ, കാസർഗോഡ് കുള്ളൻ, പലവിധത്തിലുള്ള വെറൈറ്റിയുള്ള പശുക്കളെ വളർത്തുന്ന ഒരു രീതി തന്നെ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അത് വളർത്തുന്നത് തന്നെ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ കൂടിയല്ല, ഒരു പാഷനാണ്. പലവിധത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം ബിസിനസ്സിൽ, പക്ഷേ മനസ്സിന് റിലീഫ് കിട്ടുന്ന ഒരു രീതിയായിട്ടാണ് ഞാൻ അവിടെ പോയി ചെലവഴിക്കാനുള്ള ഒരു പ്രത്യേക കാരണം. ഒരു സ്ഥാപനത്തിന്റെ വിജയം അതിന്റെ ജീവനക്കാരുടെയും വിജയമാണ് എന്ന് വിശ്വസിക്കുന്ന ഭീമാ ഗോവിന്ദൻ ജീവനക്കാരുടെ ക്ഷേമത്തിനായി സദാ ശ്രദ്ധാലുവാണ്. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള വിടവ് നികത്തുന്നതിൽ അദ്ദേഹം വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കഴിഞ്ഞ 34 വർഷമായി ഭീമ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുകയാണ്. 32 വർഷമായി ഷോറൂം ജനറൽ മാനേജറായും ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസിൽ മാനേജറായിട്ടും വർക്ക് ചെയ്യുകയാണ്. ഭീമ എന്ന് പറയുമ്പോൾ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും ആദ്യമായിട്ട് തിരുവനന്തപുരം ഭീമയിൽ ജോലി ലഭിക്കാൻ ഇടയായത് എനിക്കാണ്. ഞാനാണ് 34 വർഷം മുമ്പ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥാപനത്തിൽ വന്ന് ഭീമയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വളർച്ച ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഈ നിൽക്കുന്ന 3 പേരും എൻ്റെ ഉറ്റ സുഹൃത്തുക്കളും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുമാണ്. ഇത് മിസ്റ്റർ ശ്രീനിവാസൻ, അദ്ദേഹം പർച്ചേസ് മാനേജറായിട്ട് കഴിഞ്ഞ 34 വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ട്. ഇദ്ദേഹം മിസ്റ്റർ രോഹിത് കൃഷ്ണൻ, ഞങ്ങളുടെ HR മാനേജറാണ്. ഞങ്ങളെ പോലെ ഇത്രയും ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രെയിൻ എടുത്ത് സ്റ്റാഫിൻ്റെ ആയാലും മാനേജ്മെൻറ്റിൻ്റെ ആയാലും എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന വളരെ ഉത്തരവാദിത്വത്തോടെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് മിസ്റ്റർ രോഹിത് കൃഷ്ണൻ. ഇത് ഞങ്ങളുടെ ഫിനാൻസ് മാനേജറാണ് മിസ്റ്റർ ശ്രീനിവാസൻ. അദ്ദേഹത്തിനും 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഭീമയിൽ ഉള്ളത്. അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ MDയും ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങളെപ്പോഴും വിളിക്കാറുള്ളത് ചേട്ടാ, അതായത് ഞങ്ങളുടെ ഭാഷയിൽ അണ്ണ എന്നാണ് പറയുന്നത്. അത്രയും സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പെരുമാറാൻ പറ്റിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലൂടെയാണ് മിസ്റ്റർ ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളൊക്കെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ലേറ്റായിട്ട് പലപ്പോഴും കയറാൻ ഷോറൂമിൽ വരുമ്പോഴും അദ്ദേഹം കൃത്യസമയത്ത് രാവിലെ വന്ന് ഷോറൂം ഓപ്പൺ ചെയ്യുകയും ഉച്ചയ്ക്ക് 2-2:30 വരെ ഷോറൂമിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നിർദ്ദേശം തരികയും കസ്റ്റമറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഷോറൂം ക്ലോസ് ചെയ്യുന്നിടം വരെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ആ ഓരോ കാര്യപ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനാണ് ഞങ്ങൾക്കും പ്രചോദനമായിട്ടുള്ളത്. കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഭീമ ചാരിറ്റീസിന്റെ ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം.